Hey, it's Niju. Welcome back to Root Cinemas. ഇന്നത്തെ വീഡിയോ ആപ്പിളിൻ്റെ പുതിയ പ്രോട്ടോടൈപ്പ് മാക് സ്റ്റുഡിയോയെക്കുറിച്ചാണ്. നമ്മൾ ഈ വീഡിയോ ഫോക്കസ് ചെയ്തിരിക്കുന്ന ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ ഇത് മേടിക്കാൻ താല്പര്യമുള്ളവരും അതുപോലെ തന്നെ ഇതും ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയാണ്. ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ന്യൂജേഴ്സി ബേസ്ഡ് ഒരു കൊമേഴ്സ്യൽ ഫോട്ടോഗ്രാഫർ ഉണ്ട് മാഗിൾ. ഇന്ന് പുള്ളി ഒരു മാക് സ്റ്റുഡിയോ മേടിക്കുകയും അതിൽ ആൾക്കുണ്ടായ ഒരു ബാഡ് എക്സ്പീരിയൻസ് കുറിച്ചാണ് ഈ ഒരു വീഡിയോ. യൂട്യൂബിൽ അധികം ആരും ഈ ഒരു ഇഷ്യൂവിനെ കുറിച്ച് സംസാരിച്ച് കണ്ടിട്ടില്ല. സംഭവം എങ്ങനെയാണ്, മിഗൽ ഇന്ന് മാക് സ്റ്റുഡിയോയിൽ അൾട്രാ മേടിച്ചു. ഏകദേശം $500 അടുത്ത് വില വരും ഈ ഒരു മെഷീന്. പുതിയ പ്രോഡക്റ്റ് വാങ്ങുന്ന എല്ലാവരെയും പോലെ പുള്ളി നല്ല എക്സൈറ്റഡ് ആയിരുന്നു. അത് അൺബോക്സിങ് ചെയ്യുന്നു, ഫസ്റ്റ് ടൈം യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നു, പവർ ബട്ടൺ പ്രസ് ചെയ്യുന്നു. അത് കഴിഞ്ഞുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കീബോർഡ് ആൻഡ് മൗസ് പെയറിംഗ് ആണ്. സോ അൺഫോർച്ചുനേറ്റ്ലി മെഗിലിൻ്റെ കയ്യിൽ ആപ്പിളിൻ്റെ ഒറിജിനൽ കീബോർഡ് ആൻഡ് മൗസ് ഇല്ലായിരുന്നു. പുള്ളി ഫുള്ളി സ്റ്റക്ക്. സോ എല്ലാവരെ പോലെ പുള്ളി എന്താ ചെയ്യുന്നത്, നെക്സ്റ്റ് ആപ്പിൾ ഫോൺ ചെയ്യുന്നു, ആപ്പിളിനോട് ഇഷ്യൂ പറയുന്നു. ആപ്പിളിൻ്റെ ആൻസറും സൊല്യൂഷനും ഹാർഡ് ബേക്കിംഗ് തന്നെയായിരുന്നു. കാരണം ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. അവർ മൊബൈലിന് ചാർജറൊക്കെ ഒഴിവാക്കിയ സത്യമാണ്, പക്ഷേ ഇത് അതുക്കും മേലെയാണ്. കാരണം പുതിയ മാക് സ്റ്റുഡിയോ ഫസ്റ്റ് ടൈം സെറ്റപ്പ് ചെയ്യണമെങ്കിൽ ആപ്പിളിൻ്റെ ഒറിജിനൽ കീബോർഡ് ആൻഡ് മൗസ് വേണം. അപ്പോൾ ആപ്പിളിൻ്റെ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന മോസ്റ്റ്ലി എല്ലാവരുടെയും ഈ ഒറിജിനൽ കീബോർഡ് ആൻഡ് മൗസ് ഉണ്ടാവണമെന്നില്ല. കാരണം ഇതിൽ നല്ല ഫോം ഫാക്ടറുള്ള കീബോർഡ് ആൻഡ് മൗസ് കുറഞ്ഞ റേറ്റിൽ തേർഡ് പാർട്ടി അവൈലബിൾ ആണ്. സോ നമ്മൾ ഇത്രയും എക്സ്പെൻസീവായ ആപ്പിളിൻ്റെ പ്രോഡക്റ്റ് വാങ്ങില്ല. കാരണം $220 അടുത്താണ് ആപ്പിളിൻ്റെ മൗസും കീബോർഡും ഒരുമിച്ച് വാങ്ങുമ്പോൾ. ഒരാൾ ആപ്പിളിൻ്റെ പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ ഒന്ന് നല്ല എക്സ്പെൻസീവായ ഒരു പ്രോഡക്റ്റാണ്. പിന്നെ എഞ്ചിനീയറിംഗ് മാർവൽസ് ഒക്കെ നമ്മൾ ശരി വെക്കുന്നു. പക്ഷേ ഫസ്റ്റ് ടൈം പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഒരു ഫ്രിക്ഷൻലെസ് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതിൽ ആപ്പിൾ അവരുടെ യൂസർ എക്സ്പീരിയൻസ് ടീമും വളരെ സീരിയസ് ആയി കാണുന്നൊരു കാര്യമാണ്. ഞാനും ഒരു യൂസർ എക്സ്പീരിയൻസ് ഡിസൈനറാണ്. സ്റ്റീവ് ജോബ്സ് ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് അവരുടെ ഫസ്റ്റ് ഐഫോൺ റെഡി ടു യൂസ് ആണ്. ഒരു ഇനിഷ്യൽ ചാർജിങ് എന്നുള്ള ഒരു നോം അവർ ചേഞ്ച് ചെയ്താണ് ഐഫോൺ റിലീസ് ചെയ്തത്. അതുപോലെ തന്നെ ഐപോഡിൽ അവർ പവർ ബട്ടൺ വേണ്ടാന്ന് വെച്ചിട്ട് ജസ്റ്റ് പ്ലേ ബട്ടൺ പ്രസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ പലതരത്തിലുള്ള നല്ല ചേഞ്ചസ് കൊണ്ടുവന്ന ഒരു കമ്പനിയാണ്. ഇത്തരത്തിലുള്ള ഒരുപാട് ഫ്രിക്ഷൻലെസ് ഫസ്റ്റ് എക്സ്പീരിയൻസ് തന്ന ഹിസ്റ്ററിയുള്ള ഒരു ആപ്പിൾ എന്ന് പറയുന്നൊരു കമ്പനിയിൽ നിന്ന് ഇത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. ഇതൊരു നല്ല മുട്ടൻ പണിയെന്നൊക്കെ പറയാം. മാക് മിനിക്ക് ഈ ഇഷ്യൂ ഇല്ല. കാരണം ഞാൻ എൻ്റെ മാക് മിനി ട്രേഡിങ് ചെയ്തപ്പോൾ എൻ്റെ ആപ്പിളിൻ്റെ കീബോർഡ് കണക്റ്റ് ആവുന്നില്ല. സോ ഞാനൊരു നോർമൽ കീബോർഡ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് മാക്കിൻ്റെ പുതിയ OS റീഇൻസ്റ്റാൾ ചെയ്തത്. സോ ഇതെന്തായാലും അത്യാവശ്യം നല്ല പണിയായിപ്പോയി. ആപ്പിളിൻ്റെ കീബോർഡ് ആൻഡ് മൗസ് മുമ്പ് ഞാൻ പറഞ്ഞ പോലെ അത്യാവശ്യം എക്സ്പെൻസീവ് ഉള്ളൊരു കാര്യമാണ്. മാത്രമല്ല ഈ ഒരു കീബോർഡ് ആൻഡ് മൗസ് ഒറിജിനൽ കീബോർഡ് ആൻഡ് മൗസ് വേണമെന്നുള്ളത് ഫസ്റ്റ് ഇനിഷ്യൽ സെറ്റപ്പിൽ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് തേർഡ് പാർട്ടി മൗസ് ആൻഡ് കീബോർഡ് യൂസ് ചെയ്യാം. സോ മാക് സ്റ്റുഡിയോയുടെ സ്പീഡ് പെർഫോമൻസ് എല്ലാം അടിപൊളിയാണ്. ഞാനും ഓർഡർ ചെയ്തിട്ടുണ്ട്, വെയിറ്റ് ചെയ്യുകയാണ്. ഇത്തരത്തിലുള്ള ഹാർഡ് സ്റ്റോപ്പുകളൊക്കെ യൂസർ എക്സ്പീരിയൻസ് ശരിക്കും അഫക്റ്റ് ചെയ്യും. യൂസർ എക്സ്പീരിയൻസ് ഡിസൈനർ എന്നൊരു ജോബ് ടൈറ്റിൽ വരെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആപ്പിൾ പോലെ ഒരു കമ്പനി ഇങ്ങനെ ചെയ്യുമ്പോൾ ആസ് എ യൂസർ നമ്മൾ പെട്ടു എന്ന് പറയാൻ പറ്റും. സോ ആപ്പിളിൻ്റെ പുതിയ മാക് സ്റ്റുഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആളുകൾ അതിൻ്റെ കൂടെ ഒരു ഒറിജിനൽ കീബോർഡ് മൗസ് കൂടെ ഓർഡർ ചെയ്യുക. ഇനി എന്തെങ്കിലും ഇതിനൊരു വർക്ക് അറൗണ്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ആഡ് ചെയ്യുക. ഇനി ആപ്പിൾ മാക് സ്റ്റുഡിയോയുടെ റിവ്യൂ അറിയണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് തന്നെ നമുക്ക് മാക് സ്റ്റുഡിയോ കിട്ടും. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ ഓൺ നെക്സ്റ്റ് വീഡിയോ.